ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി സ്മോക്ക് ചെയ്ത ചിക്കൻ മന്തി. എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ? പുളിയല്ലേ. പെട്ടെന്ന് നമുക്ക് കിച്ചണിലോട്ട് പോകാം. സ്കിന്നോട് കൂടിയ ഒരു 4 ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം മല്ലി, 3 ഉണക്കനാരങ്ങ, കപ്പലമുളക്, സ്പൈസസ് ഇതെല്ലാം കൂടെ ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം. അതിന് ശേഷം നമുക്ക് പൊടിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബ് ഒരു 4 നന്നായിട്ട് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഓയിൽ വെച്ച് മിക്സ് ചെയ്യുക. അതിന് ശേഷം ചിക്കനിലോട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് വയ്ക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രീസറിൽ മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മല്ലിയില കുറച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, കുറച്ച് സവാള ഇതെല്ലാം അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളി എടുത്ത് നമുക്ക് മിക്സഡ് ജാറിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി വെക്കണം. കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. ശേഷം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കുന്ന പരിപാടി നോക്കാം. ഞാൻ ഓടുള്ള പാത്രത്തിലാണ് ചിക്കൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അടിയിൽ വെള്ളം വെച്ചിട്ട് ആവിയിൽ ഞാൻ വേവിച്ചെടുക്കുന്ന പരിപാടിയാണ്. വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ മന്തി മസാലയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് അതിൽ വെന്ത ചിക്കനിൽ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള സെറ്റപ്പ് നോക്കാം. 3 ചിക്കൻ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്രൈ ചെയ്താൽ മതി. തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് അരി ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. പിന്നെ ഒരു പാത്രം എടുക്കുക, അത് കുറച്ച് ഓയിൽ ഒഴിക്കുക, ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക, സ്പൈസസ് ഇട്ട് കൊടുക്കുക, ഉണക്കനാരങ്ങ, കുറച്ച് പച്ചമല്ലി, ബേ ലീഫ്, തക്കോലം, ഗ്രാമ്പ്, പട്ട, ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം സവാള കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. കുറച്ച് പച്ചവെള്ളം കൂടി ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബ് ഒരു 2-3 പീസ് ഇട്ട് കൊടുക്കണം. ചിക്കൻ മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ തക്കാളി മല്ലിയിലിട്ട് അടിച്ചത് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ വേവിച്ച വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കണക്കിൽ ഒഴിച്ച് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ കരി വെച്ച അരി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി അരി വേവിച്ചെടുക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഒഴിച്ചെടുക്കാം. അതിന് ശേഷം സെറ്റാക്കിയിട്ട് നമ്മൾ ദമ്മിടാനുള്ള പരിപാടി നോക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി വെള്ളം വറ്റുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അരി വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിക്കൻ അതിൻ്റെ 4 പുറം ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച ചിക്കൻ സ്മോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ അടിയിൽ ഒരു ലെയർ ചിക്കൻ അടുക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നടുക്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഇടണം. കുറച്ച് പച്ചമുളക് അതിലോട്ട് കുത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയില അതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു ചിരട്ട ഒന്ന് സ്റ്റൗവിലൊന്ന് കത്തിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സ്മോക്ക് പോകാൻ നമ്മൾ അടച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ സ്മോക്കിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിൽ റൈസിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഇതാണ് ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ പരിപാടി. വെള്ളിയാഴ്ച എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ചിക്കൻ മന്തിന് ഉണ്ടാക്കിയതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.